ഹായ് ഫ്രണ്ട്സ്, ഈ വരുന്ന ഏപ്രിൽ മാസം 2026 കനേഷുമാരി അഥവാ സെൻസസ് നടത്തപ്പെടുകയാണ്. വളരെ വളരെ കാലമായി സെൻസസ് നടത്തിയിട്ട്. പക്ഷേ 2026 സെൻസസിന് പ്രത്യേകതയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പാക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ആ ജാതിയും മതവും വർഗവും എല്ലാം പ്രത്യേകം രേഖപ്പെടുത്തപ്പെടുന്നു. മുൻപ് പലപ്പോഴും സെൻസസ് നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ജാതി രേഖപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ജാതി തിരിച്ചുള്ള സെൻസസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടത്തപ്പെട്ടിരുന്നു 1-2 തവണ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെയാണ്. നമ്മൾ ഓർക്കണം, ജാതിയും മതവും ഇല്ലാത്ത എല്ലാവരും തുല്യരായ ഒരു സമൂഹത്തെയാണ് ഭരണഘടനാ വിധാതാക്കൾ സ്വപ്നം കണ്ടത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് 10 വർഷത്തേന് സംവരണം ഏർപ്പെടുത്തി. 10 വർഷത്തേന് മാത്രം. എന്ന് പറഞ്ഞാൽ അവരും ദേശീയ മുഖ്യധാരയിലേക്ക് വരികയും അവർക്കും തുല്യസ്ഥാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മാറ്റുവാൻ വേണ്ടി വെറും 10 വർഷത്തിന് മാത്രമാണ് നൽകപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് ആ 10 വർഷം നീട്ടി ഇതുവരെയായി. ഇനി എന്തെങ്കിലും അവസാനിക്കുമോ? ഒരിക്കലുമില്ല. ഓരോ വർഷം കഴിയുന്നതോറും ഞങ്ങൾക്ക് വേണം സംവരണം, ഞങ്ങൾക്ക് വേണം കൂടുതൽ സീറ്റ്, അങ്ങനെ അവകാശപ്പെട്ട് സംവരണം എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമായി മാറിയിരിക്കുകയാണ് പല ജാതികൾക്കും പല സമൂഹങ്ങൾക്കും. അത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് തന്നെ വിരുദ്ധമാണ്. അന്ന് ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയവർ ഉദ്ദേശിച്ചത് കാലാന്തരത്തില് എല്ലാവരും തുല്യരായി വരും, എല്ലാവർക്കും തുല്യത ലഭിക്കും, അവ സംവരണമേ ആവശ്യമില്ല എന്നാണ്. അങ്ങനെ ഒരു സമൂഹത്തെ സ്വപ്നം കാണാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലുമില്ല. ഓരോ വർഷം കഴിയുന്നതോറും ഭരണത്തിലുള്ള ഡിമാൻഡ് കൂടി വരിക. ജോലി സംവരണം, വിദ്യാഭ്യാസ സംവരണം, ജോലി കയറിയാൽ തന്നെ പ്രൊമോഷൻ സംവരണം. എന്നാലോചിച്ച് ഒരേ ക്വാളിഫിക്കേഷൻ 2 പേർ ഒരേ ജോലി കയറുന്നു, സമരക്കാരൻ ചാടി മുമ്പോട്ട് പോവുകയാണ്. അല്ലാത്തവനോ അവൻ പുറകെ നിൽക്കത്തേ ഉള്ളൂ. ഒരിക്കൽ ശശി തരൂർ പറയുന്നുണ്ട്, ഇൻ ദിസ് കൺട്രി വി കനോട്ട് ഗോ ഫോർവേഡ് അൺലെസ് വി ആർ ബാക്ക്വേർഡ്. മുൻപോട്ട് പോകണമെങ്കിൽ പിന്നോക്കാരനായിരിക്കണം. അതാണ് നമ്മുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നീറ്റ് PG അഡ്മിഷൻ നടക്കുകയാണ്. ഒരേ ബെഞ്ചിൽ നിലനിന്ന് പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ. ഒരാൾ ജനറൽ കാറ്റഗറി, രണ്ടാമത്തെ ആൾ OBC, മൂന്നാമത്തെ ആൾ SC, പിന്നെ അടുത്ത ആൾ ST. ഓരോരുത്തർക്കും മാനദണ്ഡം ഓരോന്നാ, വ്യത്യാസമുണ്ട്. പിന്നോക്കാരന് കുറച്ച് മാർക്ക് കിട്ടിയാൽ മതി, അഡ്മിഷൻ കിട്ടും, എളുപ്പ അഡ്മിഷൻ കിട്ടും. അത് നീതിയാണോ ന്യായമാണോ? ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ തരംതിരിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അന്യായമല്ലേ അത്? ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും തുല്യരാണ്, അവസരങ്ങളും തുല്യമാണ്. പണ്ടത്തെ പോലെ ആ പിന്നോക്കാരന് അവസരമില്ലായിരിക്കൊന്നുമില്ല. ആർക്കും എവിടെയും പഠിക്കാം, ഏത് ജോലിയും ലഭിക്കാം, ഏത് സ്ഥാനത്തേക്കും ഉയരാം. അവസരങ്ങൾ തുല്യമാണ് എല്ലാവർക്കും. അപ്പോ ഒറ്റയടിക്കല്ലെങ്കിൽ പോലും ക്രമേണ കാലാന്തരത്തിൽ കുറച്ചു കൊണ്ടുവരേണ്ടതല്ലേ എല്ലാവരും സംവരണങ്ങളും? സംവരണം എന്ന ആശയം തന്നെ തെറ്റാ. കുറെ പേർക്ക് സംവരണം കൊടുക്കുമ്പോൾ വേറെ കുറെ പേർക്ക് നിഷേധിക്കപ്പെടുന്നു. ഒരാൾക്ക് ലഭിക്കാണ്ട് സംവരണം എടുത്താണ് മറ്റൊരാൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ക്രമേണയെങ്കിലും ദശാബ്ദങ്ങളിലൂടെയെങ്കിലും ഈ സംവരണം എന്ന ആശയം തന്നെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ 75 വർഷത്തെ സ്വാതന്ത്ര്യം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? തുല്യത അല്ലെങ്കിൽ ഇക്വാളിറ്റി എന്ന പദത്തിന് അർത്ഥമില്ല എങ്കിൽ സ്വാതന്ത്ര്യം പോലും അർത്ഥമില്ലാതാവുകയാണ്. എവിടെ? ഇതൊക്കെ ആരോട് പറയാനാ? ഒരു കാര്യവുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും സംവരണ വിരുദ്ധരും സംവരണ അനുഭാവികളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ വർഗത്തിന്റെ ഒക്കെ പേരിൽ. ഇന്ത്യ ഏകീകൃതമായ രാഷ്ട്രമാകേണ്ടതിന് പകരം വിഘടിച്ചു പോവുകയാണ്. കേഴുക ഭാരതമേ എന്നല്ല എന്തു പറയാൻ? ഒരു കാര്യവുമില്ല. താങ്ക് യു.